നമസ്കാരം. ഒരിക്കൽ സംഗീതം ഉപേക്ഷിക്കുകയാണെന്ന് വെളിപ്പെടുത്തി ഫേസ്ബുക്കിൽ കുറിപ്പിട്ട് കേരളത്തെ ഞെട്ടിച്ചിരുന്നു ബാലഭാസ്കർ. ആരും അത് മറന്നിട്ടുണ്ടാകില്ല എന്ന് വേണം കരുതാൻ. താൻ സംഗീത ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന പ്രഖ്യാപനം ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൽ നിന്നും നേരിട്ട വഞ്ചനയാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ അന്ന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ബാലഭാസ്കറിന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും വ്യക്തമാക്കുന്നതായിരുന്നു ആ സംഭവം. ജീവിതത്തിൽ എല്ലാവർക്കും മനസാക്ഷി സൂക്ഷിപ്പുകാർ ഉണ്ടായിരിക്കും. എനിക്കും ഉണ്ടായിരുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ സുഹൃത്ത്. ഞാൻ അയാളുമായി സ്വപ്നങ്ങൾ പങ്കിട്ടു. ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തതും സുഹൃത്തുക്കളോട് ആലോചിച്ചു തന്നെ. ഒരു ഘട്ടത്തിൽ അടുത്ത സുഹൃത്തിൽ നിന്ന് വഞ്ചനയോടെയുള്ള പെരുമാറ്റമുണ്ടായി. എനിക്ക് സ്റ്റേജിൽ നിൽക്കാൻ കഴിയുന്നില്ല. സത്യസന്ധമായ സംഗീതം എന്നിൽ നിന്നും പുറത്തു വന്നില്ല. അത് എന്നോടും എന്നെ സ്നേഹിക്കുന്നവരോടും ചെയ്യുന്ന ചതിയാണ്. ഇതായിരുന്നു ബാലഭാസ്കറിന്റെ പഴയ പോസ്റ്റ്. അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായതോടെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചിരുന്നു. കേരളം നൽകുന്ന സ്നേഹത്തിന് മുന്നിൽ അദ്ദേഹം തല കുനിച്ചു. പിന്നീട് തന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറുന്നതായി സൂചിപ്പിച്ച് അദ്ദേഹം വേറെയൊരു കുറിപ്പിട്ടിരുന്നു. സംഗീതം ഉപേക്ഷിച്ച ആദ്യ പോസ്റ്റിലുണ്ട് ബാലുവിന് പിന്നിലുള്ളവരുടെ സൂചനകൾ. ബാലുവിന്റെ അപകടത്തിൽ ദുരൂഹതയില്ലെന്നാരോപിച്ച് മനോരമയിൽ അഭിമുഖം നൽകിയ ഭാര്യ ലക്ഷ്മി പക്ഷേ ഈ പോസ്റ്റിനെ കുറിച്ച് മാത്രം ഒരക്ഷരം പറഞ്ഞില്ല. വിവാഹത്തിൽ തുടങ്ങി ബാലുവിന്റെ കുടുംബത്തിലേക്ക് പരോക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്ന ലക്ഷ്മി പക്ഷേ ബാലുവിന്റെ പഴയ പോസ്റ്റിൽ മൗനം പാലിക്കുന്നു. ഇതിന് പിന്നിലെ വസ്തുത അവർ പറഞ്ഞാൽ തന്നെ ബാലുവിന്റെ മരണത്തിലെ ദുരൂഹതയും മാറും. വിവാഹം കഴിഞ്ഞതു മുതൽ ബാലഭാസ്കറിന്റെ വീട്ടുകാരുമായി അകൽച്ചയിലായിരുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് ബാലഭാസ്കറിന്റെ വീട്ടുകാർ എന്നെ അംഗീകരിച്ചിരുന്നില്ല. ഒരു തവണ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ബാലു വീട്ടിൽ പോകുമായിരുന്നു. അപകടശേഷം 2 തവണ വന്നു കണ്ടിരുന്നു. പിന്നെ മിണ്ടിയിട്ടില്ല. ബാലു അംഗീകരിച്ചിരുന്നു. അതിലപ്പുറം ആരുടെ അംഗീകാരവും തനിക്ക് വേണ്ടെന്നുമാണ് ലക്ഷ്മി പറഞ്ഞത്. എന്നാൽ ബാലഭാസ്കറിന്റെ പോസ്റ്റിൽ പറഞ്ഞ വഞ്ചിച്ച ആ സുഹൃത്ത് ആരെന്നതിനെ കുറിച്ച് മാത്രം ലക്ഷ്മി പറയുന്നില്ല. ഈ സുഹൃത്ത് ആശുപത്രിയിൽ ബാലുവിനെ സന്ദർശിച്ചുവെന്നും ആരോപണമുണ്ട്. അതിനുശേഷമാണ് ബാലുവിന്റെ മരണം എന്നതാണ് ആക്ഷേപം. ഈ സാഹചര്യത്തിലാണ് ഈ വിഷയത്തിലും ലക്ഷ്മി വെളിപ്പെടുത്തൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ബാലുവിന്റെ പഴയ പോസ്റ്റുമായി അപകട മരണത്തിന് ഏറെ ബന്ധമുണ്ടെന്ന് കരുതുന്നവർ ഏറെയാണ്. CBI അന്വേഷണ പരിധിയിലേക്ക് ഈ ചതിയെത്തിയാൽ അപകടത്തിലെ ദുരൂഹത മുഴുവൻ മാറും. ബാലുവിനെ ആശുപത്രിയിൽ വന്ന് സംസാരിച്ച സുഹൃത്ത് എന്ന് പറയപ്പെടുന്നത് സ്റ്റീഫൻ ദേവസിയാണ്. അദ്ദേഹം 43 മിനിറ്റാണ് ബാലുവിനോട് സംസാരിച്ചതെന്നാണ് കലാഭവൻ സോബി അടക്കമുള്ളവർ പറയുന്നത്. കലാഭവൻ സോബി പലപ്പോഴേ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് 43 മിനിറ്റ് ക്രിട്ടിക്കൽ ICUവിൽ കിടന്ന ഒരാളോട് ആരാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്? അദ്ദേഹം ഒരിക്കൽ ചോദിച്ചിരുന്നു, സ്റ്റീഫൻ എന്താണ് മാർപ്പാപ്പയാണോ പ്രാർത്ഥിക്കാൻ? അദ്ദേഹത്തെ തൊട്ട് പ്രാർത്ഥിക്കാൻ മാർപ്പാപ്പയാണോ സ്റ്റീഫൻ എന്നായിരുന്നു അദ്ദേഹം കലാഭവൻ സോബി ചോദിച്ചതുപോലും. എന്തായാലും സ്റ്റീഫൻ ദേവസി പോയി കുറച്ചു കഴിഞ്ഞതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും അദ്ദേഹത്തെ അറിയിക്കരുത് എന്നുള്ളത് ഡോക്ടർമാർ പ്രത്യേകം പറഞ്ഞിരുന്ന കാര്യം. അദ്ദേഹത്തോട് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ആ സമയം അവിടെ പറഞ്ഞിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ തന്നെ ആരാണ് ക്രിട്ടിക്കൽ ICUവിൽ 43 മിനിറ്റ് സമയം സംസാരിക്കാൻ കൊടുക്കുന്നത്? ഏത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഏത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഏത് ഡോക്ടർമാരുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന് അനുവാദം കൊടുത്തത്? അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ആ ക്രിട്ടിക്കൽ ICUവിൽ കഴിയുന്ന ഒരാളോട് 43 മിനിറ്റ് സംസാരിക്കാനുള്ള അനുവാദം നൽകിയത്? അതും സംസാര വിഷയമാകേണ്ടതാണ്. അതിലെ ദുരൂഹതയും നീങ്ങേണ്ടതാണ്. റിക്കവർ ചെയ്തു വന്നിരുന്നു ബാലഭാസ്കർ എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അദ്ദേഹം കഞ്ഞി കുടിച്ചു തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷമാണ് 43 മിനിറ്റ് സംസാരിച്ചു എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണമാണ് എല്ലാവരും അറിയുന്നത്. എന്തു തന്നെയായാലും ഇത് ആരാണ് എന്നുള്ളതും ഇത് എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സ് മരവിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചത് എന്നുള്ളതുമൊക്കെ പുറത്തു വരേണ്ട കാര്യമാണ്. ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ അപകടം ആസൂത്രിതമെന്ന് തോന്നിയിട്ടില്ലെന്നാണ് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി മനോരമ ന്യൂസിനോട് പറഞ്ഞിരുന്നത്. അപകടത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് സൂചനയുണ്ടായിരുന്നുവെങ്കിൽ താൻ പ്രതികരിച്ചേനെ. ഇതുവരെയുള്ള അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്ന് കൂടി ലക്ഷ്മി പറയുന്നു.
അപകടത്തിനു ശേഷം ആദ്യമായാണ് ലക്ഷ്മി ഒരു മാധ്യമത്തിനോട് സംസാരിക്കുന്നത്. താൻ ഉൾപ്പെടെ സഞ്ചരിച്ച ബാലഭാസ്കറിന്റെ കാർ ആരും ആക്രമിച്ചിട്ടില്ലെന്നും ലക്ഷ്മി പറയുന്നു. അപകട സമയത്ത് തനിക്ക് ബോധമുണ്ടായിരുന്നെന്ന് പറഞ്ഞ ലക്ഷ്മി സംഭവ ദിവസം കൃത്യമായി ഓർത്തെടുത്ത് പറയുന്നു. പക്ഷേ അതിനു മുൻപ് ലക്ഷ്മി നൽകിയിരുന്ന മൊഴി ജ്യൂസ് കുടിച്ചതിനു ശേഷം പിന്നീട് തനിക്ക് ഓർമ്മയില്ല. പിന്നീട് തനിക്ക് ഓർമ്മ വരുന്ന സമയത്ത് താൻ ആശുപത്രിയിലാണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അപകട സമയത്ത് തനിക്ക് ബോധമുണ്ടായിരുന്നുവെന്ന് ലക്ഷ്മി ആ അഭിമുഖത്തിൽ പറയുന്നത് പോലും. അപകട സമയം വണ്ടി ഓടിച്ചത് ബാലഭാസ്കർ ആണെന്ന ഡ്രൈവർ അർജുന്റെ വാദം തെറ്റെന്നും ലക്ഷ്മി പറയുന്നു. അപകടശേഷം ആശുപത്രിയിലെത്തിയ ബാലുവിന്റെ സുഹൃത്തുക്കളോട് അർജുൻ തെറ്റ് സമ്മതിച്ചിരുന്നു. ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറഞ്ഞ് കരഞ്ഞതായും ലക്ഷ്മി പറഞ്ഞു. അർജുനെതിരെ മുൻപുണ്ടായിരുന്ന കേസുകൾ ബാലഭാസ്കറിന് അറിയാമായിരുന്നുവെന്നും ലക്ഷ്മി പറഞ്ഞു. ഒരു കേസിൽപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെന്ന് അർജുൻ ബാലുവിനോട് പറഞ്ഞു. സഹായിക്കാമെന്ന് കരുതിയാണ് അർജുനെ ബാലു തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. ബാലുവിന്റെ സ്ഥിരം ഡ്രൈവർ ആയിരുന്നില്ല അർജുൻ എന്നും ലക്ഷ്മി പറയുന്നു. ബാലുവിന്റെ കുടുംബവുമായി വിവാഹം മുതൽ അകൽച്ചയുണ്ടെന്നും ലക്ഷ്മി പറയുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ ബാലുവിന്റെ അമ്മ അംഗീകരിച്ചിരുന്നില്ല. ഒരു തവണ മാത്രമാണ് ബാലുവിനെ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ളതെന്നും ലക്ഷ്മി പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണവും വിമർശനവും വിഷമിപ്പിക്കുന്നതായും പറയുന്നു. സംഗീതത്തിന് വേണ്ടി മാത്രം ജീവിച്ച ബാലു വിവാദങ്ങളുടെ കേന്ദ്രമായി. അതാണ് വേദനിപ്പിച്ചതെന്നും ലക്ഷ്മി പറയുന്നു. ബാലുവിന്റെ മരണത്തിൽ സംശയമുന്നയിക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ടെന്നും ലക്ഷ്മി പറയുന്നു. അതുകൊണ്ടാണ് അവർ പരാതി നൽകിയതും നിയമ പോരാട്ടത്തിന് പോയതും. അന്വേഷണങ്ങളോടെല്ലാം താൻ സ്വന്തം ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ചും സഹകരിച്ചുവെന്നും ലക്ഷ്മി പറയുന്നു. മരണത്തിന് ഇടയാക്കിയ വാഹനാപകടം നടക്കുമ്പോൾ വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുൻ തന്നെയാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് അർജുൻ തന്നെ ഇക്കാര്യം ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളോട് സമ്മതിച്ചിരുന്നു. ഉറങ്ങിപ്പോയതുകൊണ്ടാണ് അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞ് കരയുകയും ചെയ്തിരുന്നു. അപകടശേഷം അവസാനമായുള്ള ഓർമ്മയിൽ ഡ്രൈവർ സീറ്റിൽ അർജുൻ പകച്ചിരിക്കുന്നതാണ് താൻ കണ്ടത്. പിന്നീട് അർജുൻ മൊഴി മാറ്റുകയായിരുന്നു. ആദ്യ ദിനങ്ങളിൽ കുറ്റസമ്മതം നടത്തിയ അർജുൻ പിന്നെ ആര് പറഞ്ഞിട്ടാണ് മൊഴി മാറ്റിയതെന്ന് അറിയില്ല. ബാലു മരിച്ചു, താനും ജീവനോടെ ഉണ്ടായേക്കില്ലെന്ന് കരുതി സ്വയം രക്ഷപ്പെടാനാകണം അർജുൻ മൊഴി മാറ്റിയത്. ആരുടെയും സമ്മർദ്ദത്തിലല്ല തൃശൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് എന്നും പറയുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ആർക്കും സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന വ്യക്തിയല്ല ബാലഭാസ്കർ. അദ്ദേഹത്തിന് പിറ്റേന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ കണക്കിലെടുത്താണ് യാത്ര പുറപ്പെടുന്നത്. വാഹനം തുടക്കം മുതൽ ഓടിച്ചത് അർജുനായിരുന്നു. ബാലഭാസ്കർ പിന്നിലാണ് ഇരുന്നത്. അർജുൻ കേസിൽ പെട്ടു നിൽക്കുന്ന സമയത്താണ് ബാലഭാസ്കർ അയാളെ വീണ്ടും കാണുന്നത്. അയാളെ വിശ്വസിച്ച് സഹായിക്കുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. അർജുൻ സ്ഥിരം ഡ്രൈവർ ആയിരുന്നില്ല. ഒന്നോ രണ്ടോ ഓട്ടങ്ങൾക്ക് മാത്രമാണ് ബാലഭാസ്കറിനൊപ്പം വന്നിട്ടുള്ളത്. വിവാദങ്ങളിൽ കാര്യമില്ല. കാർ ആരും ആക്രമിച്ചിട്ടില്ല. അപകടശേഷവും ബാലഭാസ്കർ സുഹൃത്തുക്കളോടും ഡോക്ടർമാരോടും സംസാരിച്ചിരുന്നു. എന്റെ കുടുംബത്തിന്റെ നഷ്ടത്തിൽ എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത് മനുഷ്യത്വ രഹിതമാണ്. ബാലഭാസ്കറിനെതിരെയുള്ള സോഷ്യൽ ബുള്ളിയിങ് വളരെയധികം വിഷമിപ്പിച്ചു. മികച്ച വയലിനിസ്റ്റ് എന്നറിയപ്പെടാൻ ആഗ്രഹിച്ച, സംഗീതത്തിനു വേണ്ടി ജീവിച്ച ബാലഭാസ്കർ വിവാദങ്ങളുടെയും ദുരൂഹതകളുടെയും കേന്ദ്രമായി മാറി. ബാലഭാസ്കറിന്റെ മരണത്തിൽ മാതാപിതാക്കളുടെ നിലപാടിനെ ന്യായീകരിക്കുന്ന രീതിയിൽ ലക്ഷ്മി സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിൽ അവരെ മാറ്റി നിർത്തുന്ന രീതിയിൽ തന്നെയാണ്, പരിഹസിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ച് മുഴുവനാക്കിയതും. മകന്റെ മരണത്തിൽ സംശയം ഉന്നയിക്കുന്നത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അവരുടെ അവകാശമാണ്. ബാലഭാസ്കറിനും കുഞ്ഞിനും വേണ്ടി തനിക്കിനി ആകെ ചെയ്യാനുള്ളത് സത്യസന്ധമായ മൊഴി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. താനത് ചെയ്യുമെന്നുകൂടി ലക്ഷ്മി പറയുന്നു. അപകടം ആസൂത്രിതമാണെന്ന് തോന്നിയിട്ടേയില്ല. പക്ഷേ എന്തുകൊണ്ട് ഇത്ര നാൾ മിണ്ടാതിരുന്നിട്ടും അവസാന നിമിഷം ലക്ഷ്മി ഈ അഭിമുഖം കൊടുത്തു എന്നുള്ളതും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഡ്രൈവർ അർജുൻ വീണ്ടും സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലാവുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ബന്ധു, ബാലഭാസ്കറിന്റെ ബന്ധു, ഇത് ചർച്ചാ വിഷയമാകുകയും ചെയ്തതോടെയാണ് പിന്നീട് ബാലഭാസ്കറിന്റെ ബന്ധു പ്രിയ വീണ്ടും ഇത് ചർച്ചാ വിഷയമാക്കുകയും ചെയ്തതോടെയാണ് നിവൃത്തിയില്ലാതെ ലക്ഷ്മി ഈ അഭിമുഖം കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ബാലഭാസ്കറിനെ ചതിച്ച സുഹൃത്ത് ആരാണ് എന്നുള്ളത്, അതിനുള്ള ഉത്തരം പറയേണ്ടയാളും ലക്ഷ്മി തന്നെയാണ്. നന്ദി.